ജാഗ്രതയോടെയുള്ള ഇടപെടലുകൾ എപ്പോഴും ആവശ്യമാണ്. ഒരു ഫുട്ബോൾ ടീമിന് പുതിയ ഒരു പരിശീലകനെ നിയമിച്ചു. ഒരു പന്ത് പോലും കയ്യിലില്ലാതെ അദ്ദേഹം മൈതാനത്തെത്തിയപ്പോൾ കളിക്കാർക്ക് അദ്ദേഹത്തിൽ സംശയം ഉടലെടുത്തു. അവർ ചോദിച്ചു, പന്തില്ലാതെ എങ്ങനെയാണ് ഫുട്ബോൾ പരിശീലിക്കുന്നത്? പരിശീലകൻ മറുചോദ്യം ചോദിച്ചു, ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഒരു സമയത്ത് എത്ര പേരുണ്ട്? ഒരു ടീമിൽ 11 വീതം, മൊത്തം 22 പേര് എന്നായിരുന്നു മറുപടി. ഒരു സമയത്ത് എത്ര പേർ പന്തിൽ തൊടുന്നുണ്ട്? പരിശീലകൻ അടുത്ത ചോദ്യം എറിഞ്ഞു. ഒരാൾ എന്ന് ഉത്തരവും വന്നു. പരിശീലകൻ പറഞ്ഞു, ശരിയാണ്. അതുകൊണ്ട് ബാക്കി 21 പേർ എന്തു ചെയ്യുന്നു എന്ന കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരാളുടെ കയ്യിൽ മാത്രം പന്തുള്ളപ്പോഴും മറ്റുള്ളവരെല്ലാം കൂടി നടത്തുന്ന നിരീക്ഷണവും ചുവടുവയ്പും ഒരുക്കുന്ന പ്രതിരോധവും മുന്നേറ്റവും കൂടി ചേരുന്നതാണ് ഓരോ കാൽപന്ത് കളിയും. ആർക്കും അധിക നേരം തനിച്ചു കളിക്കാനാകില്ല. ആർക്കും അധിക നേരം നോക്കി നിൽക്കാനുമാകില്ല. ജാഗ്രതയോടെയുള്ള ഇടപെടലുകൾ എപ്പോഴും ഉണ്ടായിരിക്കണം. എല്ലാ കളിക്കളങ്ങളിലും മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ പൊതുധാരണ ആവശ്യം തന്നെയാണ്. കൂടെ നിൽക്കുന്നവൻ്റെ കാൽപ്പെരുമാറ്റമാണ് കളിച്ചു കയറുന്നവൻ്റെ ആത്മവിശ്വാസം. അല്പം അകലെയെങ്കിലും അവരും ഒപ്പമുണ്ടെന്ന ധൈര്യത്തിലാകും അയാളുടെ ഓരോ നീക്കവും. ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം അയാളുടെ പ്രചോദനവും പ്രേരക ശക്തിയുമായി തീരുക എന്നതാണ്. ആദ്യം പഠിക്കേണ്ടത് മുന്നിൽ നിൽക്കാനല്ല, ഒപ്പം നിൽക്കാനാണ്. പന്ത് എപ്പോഴും എൻ്റെ കാൽച്ചുവട്ടിൽ വേണമെന്ന ചിന്തയിലും എനിക്ക് തനിച്ച് കളിച്ച് ജയിപ്പിക്കാമെന്ന തെറ്റിദ്ധാരണയിലുമാണ് കളിക്കാരുടെ കാലിടറുന്നത്. ഒരുമിച്ച് നിന്നാൽ മാത്രം ജയിക്കുന്ന കളികൾ ഒറ്റയ്ക്ക് കളിച്ചാൽ പരാജയപ്പെടും. ചവിട്ടുപടിയിലെ ആദ്യ പടിയാകുക അത്ര എളുപ്പമല്ല. മേൽക്കൂര ഉണ്ടാകണമെങ്കിൽ അടിത്തറ ഉണ്ടാകണം. ബാലപാഠങ്ങളിലൂടെ വേണം കഠിന പാഠങ്ങളിലെത്താൻ. മുന്നേറ്റം മാത്രമല്ല, പ്രതിരോധവും കളിയാണ്. പിന്നിൽ നിൽക്കുന്നവരുടെ പ്രയത്നങ്ങളെ സ്വീകരിക്കാനും അംഗീകരിക്കാനും കഴിയാത്ത സമൂഹത്തിൽ അനാരോഗ്യകരമായ കിടമത്സരങ്ങൾ മാത്രമേ രൂപപ്പെടൂ.